ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പശ്ചിമബംഗാളിൽ എസ്ഐആറുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിനിടെ നിരീക്ഷകൻ സി മുരുകന് നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച് സ്വീകരിച്ച നടപടിയിൽ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശം. ഫീൽഡ് സന്ദർശനങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ നിരീക്ഷകനോടൊപ്പം ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കാനും ഉത്തരവിട്ടു. കേരളത്തിൽ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ഈ മാസം 12-നകം തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പത്രികാ സമർപ്പണം മുതൽ വോട്ടെണ്ണൽ വരെ നടത്തിയ ചെലവ് കണക്കാണ് അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സമർപ്പിക്കേണ്ടത്. നിശ്ചിത സമയത്തിനകം കണക്ക് സമർപ്പിക്കാത്തവരെ അംഗമായി തുടരുന്നതിനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും അയോഗ്യരാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് ആദ്യമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ് ഇന്ന് ഗോവയിൽ കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കും. 114.5 മീറ്റർ നീളമുള്ള കപ്പലിന്റെ 60% ഭാഗവും തദ്ദേശീയമായി നിർമ്മിച്ചവയാണ്. 4200 ടൺ ഭാരമുള്ള കപ്പലിന് 6000 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാൻ കഴിയും. സമുദ്ര മലിനീകരണ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനും തിരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവയും ഇതിലൂടെ സാധ്യമാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇരുചക്രവാഹന പാർക്കിംഗ് സ്ഥലത്തുണ്ടായ തീപിടുത്തം റെയിൽ വൈദ്യുതി ലൈനുകളിൽ നിന്നോ റെയിൽവേയുടെ മറ്റു വൈദ്യുതി സംവിധാനങ്ങളിൽ നിന്നോ അല്ലെന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. പാർക്ക് ചെയ്ത ഇരുചക്രവാഹനങ്ങളിൽ ഒന്നിൽ നിന്ന് തീ പടർന്നതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. സംഭവത്തിൽ റെയിൽവേ വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. കോഴിക്കോട് ഇരിങ്ങാടൻ പള്ളി ജംഗ്ഷന് സമീപം ബിവറേജിലേക്ക് ലോഡുമായി വരികയായിരുന്ന ലോറി കാറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ലോറി ഡ്രൈവർ മരിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കുടുങ്ങിക്കിടന്ന ആളെ ഫയർഫോഴ്സ് എത്തി ഹൈഡ്രോളിക് കട്ടറിന്റെ സഹായത്തോടെ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. അസമിൽ ഭൂചലനം. ഇന്ന് പുലർച്ചെയാണ് 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. അസമിലെ മോറിഗാവ് ജില്ലയ്ക്ക് സമീപം 50 കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ജീവഹാനിയോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 29ാമത് ദേശീയ യുവോത്സവത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ 60 പേർ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. ഈ മാസം 9 മുതൽ 12 വരെയാണ് പരിപാടി. സംഘം നാളെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കും. ദേശീയ യുവജന ദിനമായ ജനുവരി 12-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവതീ യുവാക്കളെ അഭിസംബോധന ചെയ്യും. വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പെട്രോ കെമിക്കൽ ആന്റ് അലൈഡ് സെക്ടേഴ്സ് എന്ന വിഷയത്തിൽ ഇന്ന് കൊച്ചിയിൽ കോൺക്ലേവ് സംഘടിപ്പിക്കും. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. വ്യവസായ പെട്രോ കെമിക്കൽ മേഖലയിലെ നിക്ഷേപ അവസരങ്ങൾ കണ്ടെത്തുന്നതിന് കോൺക്ലേവ് ഊന്നൽ നൽകും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ഇന്ന് മുതൽ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റായ cee.kerala.gov.in ലെ കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്കിലൂടെ ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. നടൻ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു. 61 വയസ്സായിരുന്നു. പുലിമുരുകൻ, വെട്ടം, കിളിച്ചുണ്ടൻ മാമ്പഴം, മിഷൻ 90 ഡേയ്സ്, കുരുക്ഷേത്ര, ബ്ലാക്ക്, 12th മാൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പാലക്കാട് ഞാങ്ങാട്ടിരിയിലെ വീട്ടുവളപ്പിൽ നടക്കും. സംവിധായകനും നടനുമായ മേജർ രവിയുടെ സഹോദരനാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷി പരമ്പരയിലൂടെ പ്രശസ്തനായ തിരുമല സ്വദേശി മുൻഷി ഹരി എന്നറിയപ്പെട്ട ഹരീന്ദ്രൻ നായർ അന്തരിച്ചു. രാഷ്ട്രപതിയുടെ അവാർഡ് ഉൾപ്പെടെ കരസ്ഥമാക്കിയ ഹരി തിരുവനന്തപുരത്തെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 59 പോയിന്റ് ഉയർന്ന് 85,821-ലും നിഫ്റ്റി 28 പോയിന്റ് നേട്ടത്തിൽ 26,356-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന് 1,160 രൂപ വർദ്ധിച്ച് 1,760 രൂപയും ഗ്രാമിന് 12,595 രൂപയുമാണ് ഇന്നത്തെ വില. അബുദാബിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 4 മലയാളികൾ മരിച്ചു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെ 3 മക്കളും കൂടെ യാത്ര ചെയ്തിരുന്ന വീട്ടുജോലിക്കാരിയുമാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. രാജ്യത്തെ വടക്കൻ ഭാഗങ്ങളിലുണ്ടായ കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. ഡൽഹിയിലേക്ക് പോകുന്ന 21-ലധികം ട്രെയിനുകൾ 2 മണിക്കൂറിലധികം വൈകിയാണ് ഓടുന്നത്. യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് ഏറ്റവും പുതിയ ഷെഡ്യൂൾ പരിശോധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ 2ാം പതിപ്പിന് ദിയുവിലെ ഖോഗ്ല ബീച്ചിൽ ഇന്ന് തുടക്കം. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര ആന്റ് നാഗർ ഹവേലി, ദാമൻ ആന്റ് ദിയു എന്നിവിടങ്ങളിൽ നടക്കുന്ന ഗെയിംസിൽ 2100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. ജനുവരി 10-ന് ഗെയിംസ് സമാപിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ദക്ഷിണാഫ്രിക്കയിലെ ബെനോണിയിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.